ശ്രീ മുത്തപ്പൻ സേവാ സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന റെഡ് ഐഡിയാസ് കലാകാരന്മാരെ സേവാ സമിതിയുടെ സ്വാഗതം. പരിപാടി ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് റെഡ് ഐഡിയാസിന്റെ പ്രോഗ്രാം ഡയറക്ടർ ശ്രീ സന്തോഷ് മാഘിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വർണ്ണ വിസ്മയം തീർക്കാൻ റെഡ് ഐഡിയാസിനെ ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഹലോ, ഹലോ, കല്യാൺ ശ്രീ മുത്തപ്പൻ സേവാ സമിതി കല്യാൺ ഇസ്താനെ വാർഷിക ആഘോഷവും ആദരിക്കലിന്റെ ഭാഗമായി കാലിക്കറ്റ് റെഡ് ഐഡിയാസ് ഒരുക്കുന്ന കലാവിരുന്നിലേക്ക് എല്ലാ കലാ ആസ്വാദകർക്കും കലാസ്നേഹികൾക്കും ഊഷ്മളമായ സ്വാഗതം. സദസ്സിന് വന്ധ്യ സദസ്സിന് ഇതിന്റെ പ്രണാമം കയറി വന്നപ്പോൾ ഈ കൈയുടെ എല്ലാം ഞാൻ പ്രതീക്ഷിച്ചത് നല്ലൊരു ക്ലാപ്പ് പ്രതീക്ഷിച്ചു. അതാണ് കല്യാൺ ശ്രീ മുത്തപ്പൻ സേവാ സമിതിയുമായി ബന്ധപ്പെട്ട് മനോഹരമായിട്ടുള്ളൊരു പ്രോഗ്രാം റെഡ് ഐഡിയാസിന് ഒരുക്കി തന്ന എല്ലാ കലാ ആസ്വാദകർക്കും കലാസ്നേഹികൾക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നിറഞ്ഞ മനസ്സോടുകൂടി പൊച്ചിരിക്കുന്ന മുഖവുമായി നല്ല ക്ലാപ്പ് തരുന്ന കൈകളുമായി ഞങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാൻ പോവുകയാണ്. റെഡിയല്ലേ? അതാണ്
അപ്പൊ നമുക്ക് തകർക്കാം. നല്ല നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന മെലഡിയും അടിപൊളിയും എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സംഗീത ദിശ. അതുപോലെ തന്നെ പൊട്ടിച്ചിരിക്കാൻ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ ഒരുക്കുന്ന ഒരുപിടി സ്കെറ്റുകളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാലിക്കറ്റ് ഐഡിയാസ് ഈ കലാവിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് ഉഷാറാക്കി മുന്നോട്ട് പോകാം. ഇനി നിങ്ങളെല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു കുഞ്ഞു ഉല്ലാസ യാത്രയ്ക്ക് ഒരു ടൂർ പോവുകയാണ് നമ്മൾ. ടൂർ പോകണമെങ്കിൽ വാഹനം വേണം. വാഹനം എവിടെ? ഈ സ്റ്റേജാണ് വാഹനം. അതിൽ യാത്രക്കാർ വേണം. പ്രേക്ഷകരായി നിങ്ങൾ ഓരോരുത്തരും അതിൽ യാത്രക്കാരാണ്. വണ്ടിക്ക് ഡ്രൈവർ വേണം. അവതാരകനായിട്ടുള്ള ഞാനാണ് ഇതിന്റെ ഡ്രൈവർ. പക്ഷെ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ധനം വേണം. ഇന്ധനം എന്താണെന്ന് ചോദിച്ചാൽ പെട്രോൾ ഡീസൽ ഒന്നും അറിയില്ല. മറിച്ച് പ്രേക്ഷകരായി നിങ്ങൾ തരുന്ന മനോഹരമായ കൈഡിയാണ്. ഉഷാറായിട്ട് ഇത് ഞങ്ങൾ ഇനി ചോദിക്കില്ല, അറിഞ്ഞ് നിങ്ങൾ തരും എന്ന പ്രതീക്ഷയാണ്. അപ്പോൾ നമുക്ക് അടിച്ച് പൊളിച്ച് തകർക്കാം. ആദ്യമായിട്ട് നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ പ്രോഗ്രാമിൽ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ഗാനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതിനായിട്ട് കാലിക്കറ്റ് ഐഡിയാസിന്റെ ഒരു അനുഗ്രഹീത കലാകാരൻ മീഡിയ വൺ ചാനൽ ഒരുക്കിയ 14 രാവ് എന്ന പ്രോഗ്രാമിലൂടെയും നിരവധി സ്റ്റേജ് പെർഫോമൻസിലൂടെയും സ്വദേശത്തും വിദേശത്തും തന്നെ കഴിവ് തെളിയിച്ച മലയാള സിനിമയിലേക്ക് പിന്നണി ഗാന ശൈലിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രിയ കലാകാരനെ ഇതിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ നികേഷ് മിലേനിയം ഓൺ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. സംസാരിക്കാൻ തുടങ്ങുന്നതിൻ്റെ സ്നേഹം കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. നമാമി വിഘ്നേശ്വര പാദപങ്കജം സ്മരാമി തുംബിമുഖേശ്വര ഗണനായകം കരോമി കല്യാണ ഗുരുപൂജനം സദാ നമസ്തേ പ്രസാദം ഭജനം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജനം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജനം. ഓക്കെ, അപ്പോൾ നമ്മൾ മുത്തപ്പൻ്റെ പാട്ട് പാടി നമുക്ക് ആദ്യം കാണാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഗാനം.
മണ്ണിൽ വന്ന കൈലാസേഷ നീരാട്ട് തന്നിടനെ മാറ്റം തന്നാൽ നിന്റെ ആറാട്ട് മണ്ണിൽ വന്ന കൈലാസേഷ നീരാട്ട് നിന്നടയിൽ വരുവോർക്കെല്ലാം ചോട്ട് നിന്നടയിൽ വരുവോർക്കെല്ലാം ചോട്ട് ആശുക്കടവിൽ ദേവാനന്ദിയാട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നോട്ടപ്പ എന്റെ നെഞ്ചു കൊത്തി പാടാത്ത നിന്റെയുള്ള മണിയത് കേട്ട് എന്റെ പൊന്നോട്ടപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ എന്റെ മുത്തപ്പ എന്റെ പൊന്നോട്ടപ്പ എന്റെ പൊന്നോട്ടപ്പ കാലത്തിൽ നായ്ക്കളല്ലോ നിനക്ക് കൂട്ട് നീയുടുത്ത് കെട്ടുകയല്ലേ ചുവന്ന പട്ട് കാലത്തിൽ നായ്ക്കളല്ലോ നിനക്ക് കൂട്ട് നീയുടുത്തു കെട്ടുകയല്ലേ ചുവന്ന പട്ട് അച്ഛനമ്മ കേണപ്പോഴും നിനക്കൊരേ മറക്ക് അച്ഛനമ്മ കേണപ്പോഴും നിനക്കൊരേ മറക്ക് എന്റെ മുത്തപ്പ എന്റെ പൊന്നോട്ടപ്പ എന്റെ പൊന്നോട്ടപ്പ എന്റെ നെഞ്ചു കൊട്ടി പാടത്തോട്ടപ്പ നിന്നെയുള്ള മതിയായത് കേട്ട് എന്റെ പൊന്നോട്ടപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ എന്റെ മുത്തപ്പ എന്റെ പൊന്നോട്ടപ്പ എന്റെ പൊന്നോട്ടപ്പ എന്റെ നെഞ്ചു കൊട്ടി പാടത്തോട്ടപ്പ നിന്നെയുള്ള മതിയായത് കേട്ട് എന്റെ പൊന്നോട്ടപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ എന്റെ മുത്തപ്പ എന്റെ പൊന്നോട്ടപ്പ എന്റെ പൊന്നോട്ടപ്പ താങ്ക് യു പ്രിയമുള്ളവരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമ്മൾ ആസ്വദിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ആത്മാർത്ഥമായിട്ടൊരു കൈഡി കൊടുക്കാം ഉഷാറായിട്ട് അതാണ് അപ്പം നമ്മൾ ഇനി മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനത്തിലേക്ക് കിടക്കുകയാണ് പവിത്രം എന്ന മൂവിയിലെ ലാലേട്ടൻ അഭിനയിച്ച് തകർത്ത പവിത്രം എന്ന മൂവിയിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ഓൻവിയുടെ വരികൾക്ക് ക്ഷണത്തിന്റെ സംഗീതം മനോഹരമായിട്ടുള്ള ശ്രീരാഘവോ എന്ന് പറയുന്ന ഗാനമാണ് ആ ഗാനത്തിലേക്ക് വീണ്ടും നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും
താങ്ക് യു. പ്രിയമുള്ളവരെ, മനോഹരമായിട്ടുള്ള രണ്ട് ഗാനങ്ങൾ നമുക്ക് വേണ്ടി നികേഷ് മില്ലേനിയം ആലപിച്ചു. ഇനി അടുത്ത മനോഹരമായിട്ടുള്ള മറ്റു ഗാനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. 1988 പുറത്തിറങ്ങിയ ഡെയ്സി എന്ന മൂവിയിൽ മനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട്. പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് സംഗീതം ശ്യാം, ആലാപനം നമ്മുടെ മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. രാപ്പാടിതൻ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിനായിട്ട് ഒരു പ്രിയ ഗായിക റെഡ് ഐഡിയാസിന്റെ എല്ലാ വേദികളും നിറസാന്നിധ്യമായിട്ടുള്ള നിരവധി പിന്നണി ഗായകർക്കൊപ്പം വേദികൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഗായികയെ ഐശ്വര്യയെ വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുമ്പോൾ കൊടുക്കാം ഒരു നല്ല കേടി. വെൽക്കം ഐശ്വര്യ. എല്ലാവർക്കും നമസ്കാരം. ഹലോ 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 ക്ഷമിക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം, അല്ലെ ഏതൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിലും അതിൽ ചെറിയ മിസ്റ്റേക്കാണ് സംഭവിച്ചത്. സദയം ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം വീണ്ടും ആ കാലത്തിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുകൊണ്ട് പോവുകയാണ്. നല്ലൊരു ഉഷാറൊരു ഗൈഡ് തന്നോടെ.
അപ്പോൾ നമ്മൾ നൈസായിട്ട് അടിപൊളി ഗാനങ്ങളിലേക്കൊക്കെ കടക്കും. എല്ലാ ഗാനങ്ങളും ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് എനിക്ക് മുമ്പിലിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല മെലഡി ഗാനങ്ങളിലൂടെ നമ്മൾ അടിപൊളിയിലേക്ക് കടക്കും. അപ്പോൾ ഒരു അടിപൊളി ഗായകനെയാണ് ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. കൈരളി ചാനൽ ഒരുക്കിയ പട്ടുമാൽ എന്ന പ്രോഗ്രാമിലൂടെ നല്ല പെർഫോമൻസിലൂടെ മലയാള സംഗീത പ്രേമികളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ഒരു കലാകാരൻ. നിരവധി വർഷങ്ങളായി കലാസഭയിൽ നല്ല പെർഫോമറായിട്ട്, നല്ല ഡാൻസറായിട്ട്, അതുപോലെ നല്ലൊരു സിംഗറായിട്ട് ഏറെ തിളങ്ങി നിൽക്കുന്ന പ്രശസ്തരായിട്ടുള്ള ഒരുപിടി നല്ല നല്ല പിന്നണി ഗായകർക്കൊപ്പം വേദികൾ സ്ഥിരമായി പങ്കിടുന്ന സ്വദേശത്തും വിദേശത്തുമായി നിറസാന്നിധ്യമായിട്ടുള്ള നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായിക്കൊണ്ടിരിക്കുന്ന ആ കലാകാരൻ ഏതൊരു ഗാനമേള വേദികളിലും ആവശ്യപ്പെടുന്ന ഒരു കലാകാരനാണ്. വേദിയിലേക്ക് ഹൃദയപരിസരം സ്വാഗതം ചെയ്യുന്നു ഒരു ഹിന്ദി സോങ്ങുമായി. വെൽക്കം ഷാം മില്ലേനിയം ഓൺ സ്റ്റേജ്. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാം ഷാമിന്. എല്ലാവർക്കും നമസ്കാരം. സുഖാണോ? എല്ലാവർക്കും സുഖാണോ? ഓക്കെ, അത് കേട്ടാൽ മതി. എന്തായാലും പാടുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെല്ലാവരുടെയും മനസ്സറിഞ്ഞിട്ടുള്ള സ്നേഹം, എല്ലാവരും നല്ല മനസ്സോടെ രണ്ട് കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. എല്ലാവരും എല്ലാവരും ഉയർത്തി പിടിച്ചേ, രണ്ട് കൈ ഉയർത്തി പിടിച്ചേ. ഇനി ഒരു നിറഞ്ഞൊരു കൈ വിഷാദം എല്ലാവരും അടിപൊളി. ഓക്കെ, അപ്പോൾ അടിച്ചു പൊളിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ചില്ലായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് റെഡിയാണോ? ഡാൻസ് കളിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലേ കൂട്ടത്തിൽ? ആ ബാക്കിലുള്ളവർ അധികം അലമ്പ് ടീമുകളൊക്കെ ബാക്കിലാവും, എനിക്കറിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഷുവർ. कुछ है ऐसा है अब मैं सोच दिल को हो रहा हूँ, बरसे है पूरा में सहम पे मरहम रहा से, कुछ ऐसी नहीं ये सनम है
താങ്ക് യു ശ്യാം. ഒരു നല്ല ക്ലാപ്പ് കൊടുത്ത ശ്യാം എല്ലാവരും. ഓക്കെ, ശ്യാമിന്റെ നല്ല പെർഫോമൻസുകൾ ഇനി നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുകൊണ്ട് പോവുകയാണ്. ചന്ദ്രനദിക്കുന്നതികൾ എന്ന മൂവിയിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ സുജാത മോഹൻ, നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സുജാത ആലപിച്ച് ഇറങ്ങിയിട്ടായിട്ടുള്ള ഒരു ഗാനമാണ്. ആ ഗാനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു അടിപൊളി നല്ല ഒരു ഗായിക, മെലഡിയാണെങ്കിലും അടിപൊളിയാണെങ്കിലും തൻ്റെ നടനാടത്തിലൂടെ പ്രേക്ഷക മനസ്സിലേക്ക് ചേക്കേറുന്ന ശബ്ദത്തിനോടൊപ്പ ഒരു പിന്നണി ഗായിക കൂടിയാണ്. നിരവധി ചിത്രങ്ങളിൽ തന്നതായിട്ടുള്ള സാന്നിധ്യം വരച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ റെഡ് ഐഡിയാസിന്റെ അഭിമാന താരമായിട്ടുള്ള അശ്വതി രമേശ് ഓൺ സ്റ്റേജ്. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാം അശ്വതി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഭയങ്കര ഉഷാറാണ്. ബാക്ക് സൈഡ് സൂപ്പറാണ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടി ഒന്ന് അടിപൊളിയായാൽ മതി. നല്ല ഫാസ്റ്റ് നമ്പർ സോങ്സ് ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഓട്ടത്തിൻ്റെ പാട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത്. താങ്ക് യു.
ഓക്കെ. അപ്പൊ എല്ലാവരും നല്ല വൈബിലാണ്, അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഒരുപാട് ഫാൻസുകാർ എനിക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ദിലീപ് ഫാൻസ് ഉണ്ടോ? മമ്മൂട്ടി ഫാൻസിന് കൈയടിച്ച മമ്മൂട്ടി ഫാൻസ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ വില്ലനായി കടന്നു വന്ന നമ്മുടെ സ്വന്തം പത്മശ്രീ ഭരത് മോഹൻലാലിന്റെ ഫാൻസ് ഉണ്ടോ? അദ്ദേഹം അഭിനയിച്ച് ഏറെ ഹിറ്റായിട്ടുള്ള ഒരു മൂവിയിലെ മനോഹരമായിട്ടുള്ള ഗാനത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്ന മൂവിയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമുക്ക് ആ സിനിമയിൽ സമ്മാനിച്ചിട്ടുണ്ട്. ആ മനോഹരമായിട്ടുള്ള കറുത്ത പെണ്ണെ എന്ന് പറയുന്ന മനോഹരമായ ഗാനം പ്രിയദർശൻ സംവിധാനം ചെയ്ത തേമാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ ആ ഗാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു പോവുകയാണ്. അതിനായിട്ട് നികേഷിനെയും അതുപോലെ തന്നെ ഐശ്വര്യയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അടിച്ചു പൊളിക്കട്ടെ. അതാണ് ഓക്കെ. താങ്ക് യു. വേഗം നല്ല സപ്പോർട്ടാണ്, എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അച്ഛന്മാർ ആഘോഷിക്കുന്ന ഫാദേഴ്സ് ഡേ ആണ് അല്ലേ? എല്ലാവരും ഒരു ഫാദേഴ്സ് ഡേ ആശംസിക്കും എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഒരു 4 വരി അച്ഛന്മാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പാടാം. ഓക്കെ. എൻ്റെ അച്ഛനെ ഞാൻ ഓർക്കണം, അച്ഛൻ്റെ കൂടെ മിസ് വെച്ചാൽ. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഒരു 4 വരി പാടാം. ഓക്കെ, റെഡി? ശരി 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 ശരി. ദൂരെ പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കാണാക്കണ്ണീരിൽ കാവലിൽ പൂവിനാരും വിളിച്ചില്ല. ദൂരെ പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കാണാക്കണ്ണീരിൽ കാവലിൽ പൂവിനാരും വിളിച്ചില്ല. ജീവിത പാദം ഇനി എന്നെ കാണാം. മറ്റൊരു ജന്മം താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട സിനിമകളും ആശംസകൾ അറിയിക്കുകയാണ്. കറുത്തപ്പിള്ള പോലെ വരുത്തപ്പെട്ടേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേ ഞാനൊരു ഹംസാരിച്ച മഞ്ഞേരടി. കറുത്തപ്പെട്ടേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേ ഞാനൊരു ഹംസാരിച്ച മഞ്ഞേരടി. തുടിച്ചു കൊള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നനച്ചിരിക്കുന്നു. തുടിച്ചു കൊള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നനച്ചിരിക്കുന്നു. കറുത്തപ്പെട്ടേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേ ഞാനൊരു സമ്പാദിച്ച മഞ്ഞേരടി.
ജീവനെ സ്വന്തമാക്കി കൊഞ്ചടി പെണ്ണേ മാറി മാറന്നേ കാമം വീട്ടും മായാവിലേ ചിക്കച്ചിരം തക്കച്ചിരം വിട്ടു തുള്ളിക്കളി കല്ലിപ്പെണ്ണേ കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ ഞാനൊരു ചമേരടി ഹലോ 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 പ്രിയപ്പെട്ട സഹോദരി, ടെലിവിഷൻ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു വരുന്ന ഒരു പ്രോഗ്രാമാണ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം. എന്നാൽ ഈ പ്രോഗ്രാമിലൂടെ ഒട്ടനവധി നിരവധി താരങ്ങൾ ഇന്ന് മലയാള സിനിമയിലേക്ക് എത്തുകയുണ്ടായി. സിനിമ എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വിനോദം മാത്രമാണ്. എന്നാൽ ഇതിന് പിന്നിൽ കോടികൾ മിന്നി പറയുന്ന ഒരു വ്യവസായ ശൃംഖല തന്നെയുണ്ട്. ഇന്ന് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഏതൊരു യുവാവിന്റെയും ആഗ്രഹമാണ്. ഇന്ന് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിപ്പെടുന്നത് ഭൂരിഭാഗം പേരും മിമിക്രി താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു മിമിക്രി താരത്തെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു കോമഡി സ്കിറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ. പരസ്യം കൊടുത്താറില്ലേ? ആ പരസ്യം കണ്ടിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരെ ബഹളം വയ്ക്കുന്നത് ഈ തിരക്കാണ്. ആ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്യും, ഓരോരുത്തരായിട്ട് ലൈനായിട്ട് ഇങ്ങനെ നിർത്തുക. ഓരോരുത്തർ ലൈനായിട്ട് നിർത്ത്, വരിയായിട്ട്. ഈ ഒരാളെ ഞാൻ എങ്ങനെ വരിക്ക് നിർത്തും? താനല്ലേ പറഞ്ഞ ഭയങ്കര തിരക്കാണെന്ന്. ആ ഈ ഒരാള് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞിട്ട് തിരക്കൂട്ടിക്കൊണ്ടിരിക്കുക. അയാൾക്ക് തിരക്കാണ് പോകാന്. അതാണല്ലേ ഒരു കാര്യം. കാണാൻ എങ്ങനെ ആള്? ഇയാളെ കണ്ട് ഞാൻ മമ്മൂട്ടി മോഹൻലാലൊക്കെ മാറി നിൽക്കണം. ഫീൽഡിലോട്ടാണ്. അത്രയ്ക്ക് ഗ്ലാമറാണ്. മൊത്തത്തിലെ സ്ട്രക്ചർ എങ്ങനെയാണ്? കുഞ്ചക്ക ബോബന്റെ ഫിഗർ. ഷാറുഖ് ഗ്ലാമർ. വല്ല കൊട്ടേഷൻ ടീമാണോ? അതല്ല, അഭിനയത്തിന്റെ കാര്യത്തിൽ പൃഥ്വിരാജിനെ വെട്ടും. അങ്ങനെയുള്ള ഒരാളെ തപ്പി നടക്കുന്നതാണ്. കടത്തി വിടറോ? അയാൾ പെട്ടെന്നൊന്നും വരില്ല. അയാൾ കാരവാനിൽ വെയിറ്റ് ചെയ്യാം. കാരവാനിലിരിക്കാണ്. അപ്പൊ ഒരു പൈസക്കാരനാണ്. അപ്പൊ എന്റെ പടം പ്രൊഡ്യൂസ് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കും.
നിർത്തിയിരിക്കുക. ഒരു ചെയ്യാൻ പറ്റുന്ന കാരണം കാരവാൻ തന്നെ ഇരിക്കുന്നത്. കാരവാൻ അവരെ നിർത്തി അവിടെ അത് പെട്ടെന്ന് കടന്നു വരാൻ പറ. കടത്തി വിടട്ടെ. അമിതാഭ് ബച്ചന്റെ പക്കം കുഞ്ചാക്കോ ബോബന്റെ ഗ്ലാമർ, മമ്മൂട്ടിയുടെ ഫിഗർ, ഇവരെ വെച്ച സൂപ്പർ. ഇതെന്താ കുരുടിപ്പാമ്പിന്റെ കുഞ്ഞു? ഇതാണ് തൂക്കി വിട്ടത്. നമ്മുടെ തിരിയോ തലയെ കാട്ടിക്കൂട്ടിയത് കക്കൂസ് ചെയ്ത പ്രശ്നം. അടിപൊളി അടിപൊളി സൂപ്പർ. താനാണല്ലേ ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നു പറഞ്ഞത്? മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ മാറി നിൽക്കും. അല്ല താൻ കാരവാനിൽ വന്നെന്ന് പറഞ്ഞ് കാരവാനിൽ എവിടെ? ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് കാണുന്ന മരത്തിന്റെ ചോട്ടിലോട്ട്. അത് ഓട്ടോറിക്ഷ അല്ലേ? എന്റെ ഓട്ടോറിക്ഷയുടെ പേരാ കാരവാൻ. അടിപൊളി. താൻ ഇതിനോട് വന്നത് അനുഭവിക്കാൻ വേണ്ടി, അഭിനയിക്കാൻ. അതിനുവേണ്ടി വന്നല്ലേ? തന്റെ പേരെന്താ? കഴിഞ്ഞിട്ടില്ല പൂ. ഇവിടെ മെനകെട്ടവനെ വീട്ടുകാരെന്താ വിളിക്കുക? അടിപൊളി സൂപ്പർ. തനിക്ക് കലയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? തനിക്ക് കലയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പറഞ്ഞോ. എനിക്ക് കലയിലേറ്റല്ല ബന്ധം, പിന്നെ എന്ത് അതല്ല, തനിക്ക് കലാപരമായിട്ട് വല്ല കഴിവുണ്ടോ? എന്താണത്? സൗണ്ട് ഉണ്ടാക്കുന്ന പരിപാടി. ഞാൻ ഏത് തരം കേട്ട് പഠിച്ചോ? എന്നെ കൂടെ തെറ്റിയടാ. ശബ്ദാനുകരണ കല എനിക്ക് വേണ്ടത് വെറൈറ്റിയാണ്. വെറൈറ്റിയുടെ മെയിനാണ്. താൻ വെറൈറ്റി ആയിട്ട് എന്താ ചെയ്യാ? തീവണ്ടിയുടെ ഒച്ച ഉണ്ടാക്കി. തീവണ്ടിയുടെ ശബ്ദം ഇവിടെ കൊച്ചു പിള്ളേർ വരെ അവതരിപ്പിക്കുന്നതാണ്. കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുന്ന തീവണ്ടി. കൊച്ചു പിള്ളേരെടുക്കാൻ പറന്നുപോയൊരു തീവണ്ടി ഉണ്ട്. ഏത് തീവണ്ടി? പഴയ കാലത്തെ സായിപ്പന്മാർ ഇന്ത്യയിലേക്ക് കൊടുക്കുന്ന കൽക്കത്തി വിസിലടിച്ചു പോകുന്ന സാധനം. സൂപ്പറാണെങ്കിലും ഞങ്ങൾ കൈയടിക്കും. എനിക്ക് കുറച്ച് എഫക്ട് ചെയ്യുന്ന ചേട്ടാ അത് കെട്ടുകൊടുക്കും. എന്റെ ടി പി കുറയ്ക്കണ്ട, കൊടുക്കണ്ട, നിങ്ങളെ ടി പി കൂട്ടിക്കോളി. ഓക്കെ പോട്ടെ. കൽക്കരി തീവണ്ടി ഉഷാറാണെങ്കിൽ ഞങ്ങൾ പിച്ച് പറഞ്ഞാലും പിച്ച് കൂട്ടിക്കോളിട്ടാ. പോട്ടെ. എനിക്ക് ഇത്ര പിച്ചുള്ളൂ. അപ്പൊ വിസിലടിച്ചു പോകുന്ന കൽക്കരി തീവണ്ടിയാണ്. പോട്ടെ. വിസിലോ? അടുത്ത വണ്ടി ഏതാണ്? ഇതേ തീവണ്ടിയിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച പാലത്തിന്റെ മണ്ണോട് പറഞ്ഞുവിട്ടു. പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് പണ്ട് ഇരുമ്പ് കൊണ്ടുള്ള പാലമായിരുന്നു. പണ്ടത്തെ പാലം. ഇപ്പോഴത്തല്ല. അതിന്റെ മുകളിൽ പോകുമ്പോൾ ശബ്ദ വ്യത്യാസം. പോട്ടെ. ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച പാലത്തിന്റെ മണ്ണോട് പോണത്. പോട്ടെ. കിട്ടോ? പാലം ഇപ്പൊ സിമന്റ് കൊണ്ട് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം ഉള്ളത്. അതിന്റെ മേലെ പോകുമ്പോൾ ശബ്ദത്തിന് വേറെ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് നോക്കട്ടെ? അപ്പൊ സിമന്റ് കൊണ്ട് നിർമ്മിച്ച കോൺക്രീറ്റ് പാലത്തിന്റെ മണ്ണൂടെയാണ് ഇനി തീവണ്ടി പോകുന്നത്. പേസ് വെച്ചിട്ടോ. പോട്ടെ. അടിപൊളി. അല്ലാതെ വണ്ടിയിൽ വേറൊരു സംഭവമുണ്ട്. വെറൈറ്റി ആയിട്ട് കുറെ ആൾക്കാർ കാണിക്കുന്ന ഐറ്റം ഉണ്ട്. അതെന്താണ് സംഭവം? വെറൈറ്റി ആയിട്ട് ഈ തീവണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർ കേൾക്കുന്ന ശബ്ദം. ഏത് ശബ്ദമാണ്? അതാണ് നമ്മൾ മുംബൈയിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്നും അടുത്തൊരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നു. വേറെ വണ്ടികൾ തിരിച്ചു വരുന്നുണ്ട്. നേത്രാവതി. ഈ രണ്ട് ട്രെയിനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഈ പാസ് ചെയ്യുന്ന ശബ്ദം ട്രെയിനിനകത്തിരുന്നുകൊണ്ട് യാത്രക്കാർ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ അകത്തിരുന്ന് യാത്രക്കാരെ നമ്മൾ കേൾക്കുന്ന ശബ്ദം. അപ്പൊ കുറച്ച് ഡില കൂട്ടിട്ട് നോക്കിയിട്ട് മോട്ടറിൽ ഡില ഇല്ല. അപ്പൊ രണ്ട് ട്രെയിനുകൾ തമ്മിൽ ഒരേ സമയം കയറി പോവാണ്.
ഒന്നിൽ നിർത്തുകയാണെങ്കിൽ പടക്കമുള്ള പോലെ കൈയടിക്കും. ഉറപ്പാണ്. കറക്റ്റ് നിർത്തിയാലേ ഞാൻ കൈയടിക്കും. ഇത് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനാണ്. ആ. പ്ലാറ്റ്ഫോം 4 നിൽക്കുള്ളൂ. ഓക്കെ 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 സൂപ്പറായിട്ട് കിട്ടും. അപ്പൊ ഇത് കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കൈയടി തന്നേക്കാം. ഓക്കെ പോട്ടെ. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നത് കുഞ്ഞു പോലെ ഞാൻ നിർത്തിയാൽ തട്ടിപ്പോയത്. നിർത്തിയില്ലെങ്കിൽ ശ്വാസം കിട്ടാൻ ഞാൻ തട്ടിപ്പോയി. അടിപൊളി നല്ലൊരു ക്ലാപ്പ് കൊടുത്തു. അടിപൊളി ഉഷാറ്. തന്റെ കഴിഞ്ഞോ മിമിക്രി കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അടുത്ത കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിനിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി നേരെ പോകുന്ന ഒരു ഉത്സവപ്പറമ്പിലേക്ക്. ഉത്സവപ്പറമ്പിലേക്ക് അവിടെ ചെന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ഇഷ്ടംപോലെ കാഴ്ചയാണ്. നമ്മൾ കൊച്ചു കുട്ടികളെ പഠിക്കുന്ന അവർ നേരെ ഓടിച്ചെന്ന ഒരു സ്ഥലമുണ്ട്. കളിപ്പാട്ടം പറ്റുന്ന സ്ഥലം. അവിടെ ചെന്നിട്ട് ചൈനയുടെ ചെറിയ ടോയ്സ് കാർ മേടിക്കും. എന്നിട്ട് സിമെന്റ് ഇട്ട നിലത്ത് കുട്ടികൾ ഇങ്ങനെ വരയ്ക്കും. അതെങ്ങനെയാ? ഒരു ബലൂൺ മേടിച്ചു കൊടുത്താലോ? ഭയങ്കര രസമുള്ള കുട്ടികളെ കളി കാണാൻ. അവരെന്നെ റബ്ബറൊക്കെ വിരലിന്റെ മേൽ ചുറ്റി എന്നിട്ട് വെറുതെ കൈകൊണ്ട് തട്ടും. തട്ടിയ ശേഷം കുട്ടികൾക്ക് തോന്നാം ബലൂണിനെ കുറെ തല്ലി. കുറച്ചു നേരം തലോടി നോക്കിയാൽ ആ ബലൂണിങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അതിന്റെ മേലെ കൈ വെച്ചെന്ന് വരയ്ക്കും. ഈ ഉരയ്ക്കുന്ന സമയത്ത് ബലൂൺ ചൂടാലെന്ത് സംഭവിക്കും? പൊട്ടിപ്പോയ വേസ്റ്റ് നമ്മൾ എടുത്ത് വലിച്ചെറിയും. പിന്നെ പക്ഷെ കൊച്ചു കുട്ടികൾ ഒഴിവാക്കില്ല. പിന്നെ അവരതിങ്ങനെ എടുത്ത് വലിച്ചു കണ്ട് ഓടിച്ചിട്ട് നോക്കും. കണ്ണും വായനൊക്കെ തിരികിട്ട് ചെറിയ സാധനം ഉണ്ടാക്കും. വെറുതെ കൈനടിയിൽ വെച്ച് തലടി നോക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഉത്സവം കൊടിയിറങ്ങുന്നുണ്ട്. അത് ഗംഭീരമായ ഒരു വെടിക്കെട്ടോട് കൂടിയാണ്. പച്ച മഞ്ഞ പൊട്ടി വരിക ലേറ്റ് പറിക്കണ ചേട്ടൻ വിചാരിക്കണം മൂപ്പര് മൊബൈലിൽ കളിക്കുക. അപ്പൊ പച്ച മഞ്ഞ കളർ മനസ്സിലായില്ല. കളർ ലൈറ്റുകള് കിട്ടോണി. അപ്പം അത് ഗംഭീരമായ വെടിക്കെട്ടാണ്. ഡിലേ കുറയ്ക്കണം, കുറച്ച് ഡിലേ കൂട്ടിട്ടോ. കൊള്ളാലത് പിന്നെ 5 ലക്ഷം രൂപ വെടിക്കെട്ടടക്കും. അതിൻ്റെ ഇടയ്ക്കൂടെ പൊട്ടത്തെ പടക്കം തന്നെ നിങ്ങൾ പോകും. സൂപ്പർ അച്ഛനെ കുറിച്ചല്ലാതെ പറഞ്ഞു പോയതാ. അച്ഛനെ കുറിച്ച ഞാൻ പറയും പോലെ നീ പറയണം. ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പോ ഭാര്യ ചോദിക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു. പണ്ഡിത ശ്രേഷ്ഠ, താങ്കൾക്ക് എന്താണ് ഒരു കുണ്ഠിത ഭാവം? ഡയലോഗ് പറയണം. ഏത് ഏത് ശരിയല്ല. എടാ നീ ശ്രദ്ധിച്ച് കേൾക്കാത്തോണ്ടാണ്. എവിടെ തെറ്റ്? ഞാൻ പറഞ്ഞോട് തെറ്റ്.
അത് മറ്റേതാ. ഞാൻ കൂടി പറയാം. ശ്രദ്ധിച്ചവരോട് തന്നെ ഇവിടെ പറയണം. പണ്ഡിത ശ്രേഷ്ഠ, അവിടെ കുഴപ്പമില്ല. താങ്കൾക്ക് എന്താണ് പ്രശ്നമില്ല. ഒരു കുണ്ഠിത ഭാവം? അവിടെ തെറ്റി. അതൊക്കെ മാറ്റി തരുമോ? അത് മാറ്റാൻ പറ്റിയൊന്നുമില്ല. ഇവിടെ പറഞ്ഞ സംവിധായകൻ ആരാണ്? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടണം. അപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മുഴുവനായിട്ട് മുഴുവനായിട്ട് എനിക്ക് കിട്ടണം. എന്നാലേ എനിക്ക് ചാൻസ് ഉള്ളൂ. ചാൻസ് ഉള്ളൂ അല്ലേ? ആ. അപ്പൊ നിങ്ങൾക്ക് ഉളുപ്പില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉളുപ്പ് ഇതൊക്കെ വിളിച്ച് പറയാനും കറക്റ്റ് ആയിട്ട് പറയണം. മറ്റേ സാധനം പറഞ്ഞോളെ. മറ്റേ സാധനം നേരത്തെ ബാക്കിൽ എടുത്തു അങ്ങനെ ആക്ഷൻ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാം. ഞാൻ ഈ സിനിമ സുരേഷ് ഗോപി വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച പടമാണ്. ആ തൃശ്ശൂർ എടുത്ത് അപ്പൊ താൻ പറയുമ്പോ സുരേഷ് ഗോപിയുടെ ഗാംഭീര്യവും പഞ്ചും വേണം. അത് കറക്റ്റായിട്ട് ആ ഗാംഭീര്യ പഞ്ചിലും സുരേഷ് ഗോപിയുടെ ആ പവറിൽ പറയണം. പക്ഷെ മൊസൈക്കുമായിട്ട് 5 പേരുടെ പുറകിൽ വേണം. മുസ്ലിക്കോ? ആ സുരേഷ് ഗോപി അല്ല. അപ്പൊ പിന്നെ 5 പേര് മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മ്യൂസിക് ഞാൻ തരാം. അപ്പൊ കറക്റ്റായിട്ട് സുരേഷ് ഗോപിയുടെ ഗാംഭീര്യത്തിൽ ഡയലോഗ് തരണം. ഓക്കെ, ഒരു നല്ല കൈ കൊടുത്തത് സൂപ്പറായിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് ഡയലോഗ് பண்ணிட்டாங்க. ഇതെന്താ പച്ചത്തുള്ള അടിപൊളിയാണ്. സുരേഷ് ഗോപിയാണ് ആക്ഷൻ ഒക്കെ എടുത്ത് വരുമ്പോ കുറച്ച് സമയം ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ആക്ഷൻ. ശ്രേഷ്ഠ ഇതൊക്കെന്താണ് ഇയാളുടെ ബാക്കിൽ ഒരു ഭാവം. ഉളുപ്പില്ലാതെ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷ് ആക്കിയ BSc ബാക്കിൽ തനിക്ക് അവസരമില്ല. തന്നെ പോലെ നിങ്ങൾ കുറെ നേരമായി ഇന്റർവ്യൂ ചെയ്യല്ലേ? ഇന്റർവ്യൂ അതെന്നാ സാധനം ചെയ്യല്ലേ? ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ലോ ക്ലാസ് ആയ താൻ ഹൈ ക്ലാസ് ആയി എന്നോട് ചോദ്യം. അപ്പൊ ക്ലാസ് ആണ് പ്രശ്നം. നമുക്ക് ഡിസ്പോസൽ മാറ്റിട്ട് കുപ്പി ക്ലാസ്സിലേക്ക് ചെയ്യണം. അതൊക്കെ ചോദ്യം ചോദിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്ത് ക്വസ്റ്റ്യൻ? ഒരു ക്വസ്റ്റ്യൻ. Yes or no? അല്ലെങ്കിൽ yes എന്ന് ഉത്തരം പറയണം, അല്ലെങ്കിൽ no എന്ന് ഉത്തരം. ഒന്നുകിൽ yes അല്ലെങ്കിൽ no എന്ന് ഉത്തരം ഞാൻ പറഞ്ഞിരിക്കും. ഉറപ്പാണ്. ഞാൻ ബ്രില്യന്റ് ആണ്. എന്താണ്? എഡ്യൂക്കേറ്റഡ് ആണ്. ആയിക്കോട്ടെ. Okay. എന്റെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. ചോദിച്ചോ. നിനക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം നിന്റെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിയാമോ? Yes or no? ചോദ്യം മനസ്സിലായില്ല, പറയാൻ പറ്റില്ല. അതാണ് കുപ്പി ക്ലാസിന്റെ വ്യത്യാസം. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഞാൻ ആവർത്തിക്കില്ല. നിനക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം നിന്റെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും അറിയാമോ? Yes or no? കൗണ്ടൻ ആരംഭിക്കുന്നു. 1 2 3 4 5 6 7 8 9. മല പോലെ വന്നതാ, എലി പോലെ അങ്ങ് പോയി. എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈയടി. താങ്ക് യു പ്രിയമുള്ളവരെ. അപ്പം ചെറിയ ഒരു നുറുങ്ങ് സ്കിറ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട നല്ലൊരു കൈഡിയോ ആ കലാകാരൻ നല്ലൊരു കൈഡി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത മനോഹരമായിട്ടുള്ള ഗാനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതിനായിട്ട് ശ്യാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ മൈക്കലാണ് വെടിക്കെട്ട് ചെയ്തില്ല. അപ്പൊ കുറഞ്ഞേക്കാം തുപ്പലൊക്കെ ആകെ പറ്റിയിട്ടുണ്ട്. Nodu
ഓട്ടോ വിളിക്കേണ്ടി വരും ഇവിടെ വഴി പണി കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ തെറ്റിപ്പോയതാണ് കണങ്ങിപ്പോയി. ശരി അടിപൊളി പാട്ട് ഇഷ്ടമായോ? ഒരു കൈഡി കൊടുക്കൂ, കൈഡി പോരട്ടെ. ഓക്കെ, അപ്പോൾ ഈ അടിപൊളി പാട്ടുകൾക്കിടയിലും കുറച്ച് മലയാള സെമി ക്ലാസിക്കൽ സോങ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൽ അവർക്ക് വേണ്ടി ഡെഡിക്കേഷനാണ്. അതിനുശേഷം അടിപൊളി പാട്ടിലേക്ക് പോയാൽ പോരെ? ഈ ഒരു പെർമിഷൻ ഇത് കൈഡി കിട്ടുമോ? താങ്ക് യു സോ മച്ച്. നമ പാർവതീപദേ ഹര ഹര മഹാദേവ ശ്രീ ശങ്കരനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് തൽച്ചിറയുണ്ടിവിടെ. ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് തൽച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആത്തറയിൽ വാഴും പൂക്കാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ഏതേതോ
ചെമ്പടതാളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ടും പാടി പദനാദി സാസ വാസരി സജീരി നിസരി കാര വാസരി സജീരി പദനാദി സാസ നിസരി ചെമ്പടതാളത്തിൽ ശങ്കരാഭരണത്തിൽ ചെമ്പൈ വായ്പാട്ടും പാടി വടിവേലു തിരുമുമ്പിൽ പണ്ട് കാണിക്കവച്ച വയലിൽ ചൗടയ്യ യാതിനടി വയലിൽ ചൗടയ്യ യാതിനടി മൃദംഗത്തിൽ ഉയർന്നെന്നും പ്രതിധ്വനിച്ചു നാദം ബലത്തിനുള്ളിൽ നാദം ബലത്തിനുള്ളിൽ നാദശാലയ്ക്കുള്ളിൽ നിശബ്ദരായ ജനം സ്വയം മറന്നു നിശബ്ദരായ ജനം സ്വയം മറന്നു നക്ഷത്രദീപങ്ങൾ നവരാത്രി നക്ഷത്രദീപങ്ങൾ Sari sa sa sari sa sa sari sa sari sa ri 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 tu sari sa ri 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 ga ga ri ri ga ga ri sari ga pa da pa da pa da pa da pa da sa sa da sa sa da 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 ri sa sari sa sa sari sa sa sari sa sari ga ga ri ri ga ga ri ri su ri 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 va ga ri ri ga ri ram jayam ram jayam shri bharat vaate juli സോദരമാരുന്ന പൂജയിലാമണം പ്രണവന്തിടം മുഴഞ്ഞുലഞ്ഞ സരയുഗ മന്ത്രമുദംഗതരംഗസുഖം ശരവേഗ ദൈവതാരവേഗ മാരുതിയാ
ഒരുപാട് പ്ലേബാക്ക് സിംഗേഴ്സിന്റെ കൂടെ അതുപോലെ ഒരുപാട് സിനിമാ ഗാനങ്ങൾക്ക് പിന്നണി വായിച്ചുള്ള കലാകാരനാണ് ബിജു കോഴിക്കോട്. ബിജു ചേട്ടാ അടിപൊളി. എല്ലാ ഓപ്ഷനും ഇഷ്ടമായോ? നികേഷിന് പാട്ട് ഇഷ്ടമായോ? മനസ്സ് നല്ലൊരു ഗൈഡ് കൊടുത്ത് നിറഞ്ഞൊരു ഗൈഡ് കൊടുത്തു ഉഷാറായിട്ട് എല്ലാവരും. അതുപോലെ നമ്മളെ വിജയോട്ടൻ പറയാൻ വാക്കുകളില്ല. തബല ഓർക്കസ്ട്രയ്ക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ എല്ലാ വിജയോട്ടും. അടുത്തത് നല്ലൊരു ട്രെൻഡി സോങ്ങാണ്. റെഡിയാണോ? ക്ഷീണിച്ചില്ലല്ലോ? അവിടെ നിന്നൊക്കെ എണീറ്റുന്നുണ്ട്. ഒന്ന് അടിപൊളിയായിട്ട് ഡാൻസും കളിക്കാം. റെഡിയല്ലേ സാറുമാരെ? ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കണ്ട. ഇത് ഇന്നത്തെ ദിവസം നമ്മുടെ ദിവസമല്ലേ? ആ അല്ല, അങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ എനിക്ക് പണിയോ. ഞാൻ അങ്ങോട്ട് വരാം, അതല്ല നല്ലത്. ആ ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ കട്ടയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹിക്കുന്ന ഏട്ടന്മാരെ സ്നേഹിക്കുന്ന പെങ്ങന്മാരുണ്ടോ? ഒന്ന് കൈപൊക്കിക്ക്. ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹിക്കുന്ന പെങ്ങന്മാർ ഉണ്ടാ? ഒരാളെ നമ്മൾ സ്റ്റേജിലോട്ടൊന്ന് വന്നേ. ഒന്നുകൊണ്ട് ധൈര്യപ്പെടുന്ന വാ, ഞാനൊന്നും ചെയ്തിട്ട് വന്നേ. ഒരാളെ കൊണ്ട് സ്റ്റേജിലോട്ട് വന്നേ. പെങ്ങളെ, ആ കൈപൊക്കിയ പെങ്ങളെ, ആ വൈറ്റ് ഡ്രസ് ഇട്ട് വന്നേ. വാ 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 വായോ. അതായത് ഒരു സോങ് പാടുന്നതിന് മുന്നേ ഈ ഒരു സോങ് ഡെഡിക്കേറ്റ് ആണ് ചെയ്യുന്നത്. ഒന്നേ വായോ വായോ. ഒരു നല്ലൊരു ഗൈഡ് കൊടുത്തേ. വായോ വായോ വായോ. ഗോ ടു ക്ലാസ്സസ് അല്ല, അപ്പോൾ സോങ് പാടുന്നതിന് മുന്നേ ഈ ഒരു സോങ് കട്ടയ്ക്ക് സ്നേഹിക്കുന്ന അങ്ങളന്മാർക്ക്, പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. കമോൺ. ഇതാണ് കേട്ടോ വഴി. നേരത്തെ ഞാൻ കൺഫ്യൂഷൻ ആയതാണ്. ഇതാരാ? ഹലോ. അപ്പൊ നല്ലൊരു കൈയ്യടി ഉഷാറായിട്ട് കൊടുക്കണേ. ഓക്കെ. നല്ലൊരു ധൈര്യപൂർവ്വം കയറി വന്ന നമ്മളെ ആൺകുട്ടികളെയും കണ്ട് ധൈര്യപൂർവ്വമാണ് കയറി വന്നേ. ഓക്കെ. പേരെന്താ? സ്നേഹ. ഓക്കെ. സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു. ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കട്ടെ, പാടോ? ആള് പാടോ? ഒന്ന് പാടിക്കേ. ഏതാ പാട്ടൊന്നും മനസ്സിലായില്ലേ? ആ ഒന്ന് വന്നേ. ഞാനുണ്ട് കൂടെ. ഇനി പിച്ച് ഔട്ടായാലും ഞാൻ പാടിത്തരും. എൻ്റെ കൊള്ളാൻ പോലും നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ നല്ലൊരു കൈഡി കൊടുക്കണേ. അടുത്ത വരി.
പകരം നമ്മള് അങ്ങോട്ട് വന്ന് നമ്മളെ പ്രോസുകൾ ഡാൻസ് കളിക്കല്ലേ? റെഡിയല്ലേ? ഏതാ അത് പാടും, വരും പാടും കേട്ടോ. ഓക്കെ അടുത്തായിട്ട് കാമാല എന്ന് പറഞ്ഞ സോങ്ങാണ്. രജനീകാന്ത് സാറിന്റെ ഡാൻസിലുള്ള
എനർജി കഴിഞ്ഞോ എല്ലാവരും? എനർജി കഴിഞ്ഞോ? എന്റെ മോനെ ഒരു പവർ പോരെ? ഏതാ ബ്രാൻഡ്? ഹോസ്പിറ്റൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നാടൻ പാട്ടാണ്, മണിച്ചേട്ട പാട്ടുകൾ ആവശ്യപ്പെട്ട പോലെ പാടാം. ഒരുമിച്ച് പാടാം. എല്ലാവരും എല്ലാവരും പൊളിക്കാം. കണ്ണിമണം പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമഴമാകട്ടെ എന്റെ മുന്നാരെ മാമഴമാകട്ടെ. പുള്ളിയുള്ള
നോക്ക് സമയപരിമിതി പോലെ നമ്മൾ ചെയിൻ സോങ്ങിലേക്ക് പോവുകയാണ്. അനുഭവം ഉണ്ട്, അടിപൊളി പാട്ടുകളാണ്. ഓക്കെ ഈ ടീമും കൊണ്ട് പോകട്ടെ. ലാസ്റ്റ് ചെയിൻ സോങ് ആണ്, അത് കഴിഞ്ഞ് നമുക്ക് പിരിയാം. കഴിയുന്നില്ല കുറച്ച് ആൾക്കാർക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാം. ലാസ്റ്റ് ചെയിൻ സോങ് പോകും. അത് കഴിഞ്ഞ് നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാം. അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി.